ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 10. ഉറച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്ത്രീകൾക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശം അവഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു പുതിയ വിശ്വാസിയായ പണ്ഡിത രമാഭായ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു പകരം തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാനും ആര്യ മഹിളാ സമാജ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച് പ്രശ്നത്തെ ധൈര്യപൂർവം അഭിമുഖീകരിക്കാനും തീരുമാനിച്ചു. നിരവധി പ്രതിബന്ധങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിമോചനത്തിനും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. അവൾ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഭയപ്പെടാൻ ഒന്നുമില്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പശ്ചാത്താപിക്കാൻ ഒന്നുമില്ല. പേർഷ്യയിലെ രാജ്ഞിയായ എസ്തർ തൻ്റെ ജനതയെ വംശഹത്യ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു നിയമത്തിനെതിരെ സംസാരിക്കാൻ മടിച്ചപ്പോൾ അവൾ മിണ്ടാതിരുന്നാൽ അവളും അവളുടെ കുടുംബവും നശിച്ചു പോകുമെന്ന് അമ്മാവൻ മുന്നറിയിപ്പ് നൽകി. ധീരത പുലർത്താനും നിലപാടെടുക്കാനുമുള്ള സമയമാണിതെന്ന് അറിയാമായിരുന്ന മൊർദെഖായി ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. നാം വിളിക്കപ്പെടുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്താനായാലും അല്ലെങ്കിൽ നമ്മെ വിഷമിപ്പിച്ച ആരോടെങ്കിലും ക്ഷമിക്കുന്നതിനായാലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്ന് ബൈബിൾ ഉറപ്പു നൽകുന്നു. നമുക്ക് ഭയം തോന്നുന്ന നിമിഷങ്ങളിൽ സഹായത്തിനായി നാം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി അവൻ നമുക്ക് ശക്തിയും സ്നേഹവും സ്വയ ശിക്ഷണവും നൽകും. ചിന്തിക്കുക, എന്തു ചെയ്യുന്നതിനായിരിക്കാം ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? വിളിക്ക് ഉത്തരം നൽകാൻ ഇതിനകം ഏതെല്ലാം സഹായ ഉപകരണങ്ങളോടാണ് ദൈവം നൽകിയിട്ടിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.